ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. രാമായണ മാസം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇന്നൊരു വായനയുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുണ്ട്. ആദ്യം തന്നെ ഈ പാത്രം നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കണം, എന്നാലേ അവർ കറിക്ക് തരാൻ അവർക്ക് എളുപ്പമാവുള്ളൂ. അപ്പോൾ ഈ കറിക്ക് പാത്രം കൊണ്ട് കൊടുത്തിട്ട് നേരെ നമ്മളൊരു കടയിൽ കയറി. എൻ്റെ മോനിപ്പോൾ എവിടെ ചെന്നാലും നാരങ്ങാ വെള്ളം വേണം. പനി ആയതുകൊണ്ട് ഒരു ഫ്രഷ് ലൈം മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് വന്ന് ബാക്കി പണിയും കൂടെ അങ്ങ് ആരംഭിച്ചേ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. അവിടെ തുടങ്ങുമ്പം ഇവിടെ ചെളിയാക്കും, ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ കറയാക്കും. ഈ ഒരു പണി തന്നെയാണ്. ഇന്ന് ഒരു ദിവസം തന്നെ ഏകദേശം 4 വട്ടം ഞാൻ ഈ പെര ഓടിച്ചു വിട്ട് തുടച്ചിട്ടുണ്ട്. തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്ന കേട്ടോ. എന്നാലും വായനയൊക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഓടിച്ചു വിട്ട് വീണ്ടും ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സെറ്റിയിലെ കവർ, നമ്മൾ ഈ ഇവിടെ സെറ്റിയിൽ ഈ കവർ ഇടാറേ ഇല്ല. കാരണം ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് എപ്പോഴും കിടക്കുന്ന ആ സെറ്റിയുടെ അടിയിലായിരിക്കും. ഇതിപ്പം പുതിയൊരു കവർ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ പഴയത് കിടക്കണ്ടല്ലോ എന്ന് ഓർത്തങ്ങ് മാറ്റിയതാ. എന്നാലും ഇതാ എൻ്റെ ചെറിയ ആൾ ഞാൻ അവിടെ വിരിച്ചിടുമ്പം ഇവിടുന്ന് പൊക്കിക്കൊണ്ട് വരും കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അവൻ നടത്തുന്നു. ഒരു വിധത്തിൽ ഞാൻ വിരിച്ച് സെറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. വൈകിട്ട് വരെ ഇങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. എളുപ്പം വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഈ ദിവസം ഈ നേരം ഓരോ മണിക്കൂർ ഇടവിട്ട് തൂത്തുവാരുക, തുടയ്ക്കുക, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കൂട്ടത്തിൽ ഇതിൻ്റെ ഈ കുരുപ്പ് പരിപാടിയും കൂടെ ഉണ്ട്. അവനിങ്ങനെ അത് എടുത്തുകൊണ്ട് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിങ്ങനെ അതിലിങ്ങനെ വിരിച്ച് കിടക്കുന്നത് അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ മണ്ടയ്ക്കിരിക്കുന്ന തേങ്ങയൊക്കെ ആൾ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ചങ്ങോട്ട് നീക്കി അവൻ്റെ കൈ എത്താത്തടുത്ത് വെക്കുന്നേ. ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഇച്ചിരി വൈകിട്ട് ചായ ഇട്ട് കൊടുക്കണം ഫുഡിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ചായ കൊടുക്കാനുള്ള ചരുവ് കേട്ടോ ഞാൻ തപ്പുന്നത്, ചായ ഇടാൻ. ആളാണെങ്കിൽ ചായ ചരുവ് ഞാൻ എടുക്കാൻ കയറുന്ന കസേര അവന് വേണം. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് ലൈനിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്നാൽ നമുക്ക് ലൈഫ് ലൈൻ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ ആ സാധനമൊക്കെ ചേട്ടനെടുത്ത് എനിക്ക് വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തന്നു കേട്ടോ. ഇത് റിസ്ക് ആയിരുന്നു വീട് വരെ എത്താൻ. 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞമ്മ വന്ന് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒരുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഒരുക്കിയൊക്കെ വെച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കരയോത്തിൽ നിന്ന് കേട്ടോ. ഓരോ വീടുകളിൽ ഇങ്ങനെ വായന വെക്കും രാമായണ മാസത്തിൽ. നമ്മുടെ വീട്ടിൽ ഇന്ന് 11ാം ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വായന ഇവിടെയാണ്. അപ്പോൾ വായനയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടേ മടങ്ങുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. Please subscribe.